എല്ലാവർക്കും കേശുവിൻ്റെ വൃന്ദാവനത്തിലോട്ട് വീണ്ടും സ്വാഗതം. അപ്പോൾ രാവിലെ അടുക്കളയിൽ കയറി ഇനി ആദ്യം കേശുവിന് കൊണ്ടുപോകാനുള്ള സംഭവങ്ങളെല്ലാം ഒരുക്കി വെച്ച് കഴിഞ്ഞാൽ ഒരു സമാധാനമാണ്. ഇന്നലെ രാത്രി ഇഡ്ഡലിക്ക് ആട്ടി വെച്ചിരുന്നതാണ്. ഇതാ കണ്ടില്ലേ, നന്നായിട്ട് പതഞ്ഞ് പൊങ്ങി വന്ന് മാവ്. ഇത് കാണുമ്പോൾ തന്നെ ഒരു സന്തോഷമാണ്. ഇങ്ങനെ പതഞ്ഞ് പൊങ്ങി വരാൻ വേണ്ടിയാണ് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്ത് വെക്കണത്. ഇങ്ങനെ ആകുമ്പോഴേക്കും നമുക്ക് കാണുമ്പോഴേ അറിയാമല്ലോ, ഇഡ്ഡലി ആയിരുന്നാലും ദോശയായിരുന്നാലും നല്ല സോഫ്റ്റ് ആയിരിക്കുമെന്ന്. ഞാനിത് ഇന്നലെ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ 1.5 നാഴി പച്ചരി എടുത്ത് അതിൽ 1 ഗ്ലാസ് ഉഴുന്നും ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു 2 സ്പൂൺ ഉലുവയും കൂടെ ഇട്ടിട്ട് ഉഴുന്നും ഉലുവയും നന്നായിട്ട് കഴുകിയിട്ട് വെള്ളം ഒഴിച്ചങ്ങ് വെച്ചിരുന്നു. എന്നിട്ട് ആ സെയിം വെള്ളം ഒഴിച്ചിട്ടാണ് മാവ് അരച്ച് വെച്ചത്. പിന്നെ അരയ്ക്കാൻ നേരത്ത് ചോറ് ചേർത്തിട്ടുണ്ടായിരുന്നു. ഇത്രയും സംഭവങ്ങൾ വെച്ചിട്ട് അരച്ചതിന് അരി ആട്ടിയതിന് ശേഷം കൈകൊണ്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് നന്നായിട്ട് ഒരു 5 മിനിറ്റ് മിക്സ് ചെയ്ത് അടച്ചു വെച്ചിരുന്നതാണ്. ഇന്ന് രാവിലെ ആയപ്പോൾ കണ്ടില്ലേ, നന്നായിട്ട് പൊങ്ങിയിരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ഇഡ്ഡലി ഉണ്ടാക്കണം. ഇഡ്ഡലി സാമ്പാറും പിന്നെ ഞാൻ ഇന്നലെ വട ഉണ്ടാക്കാൻ വേണ്ടി ഉഴുന്ന് വെള്ളത്തിട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ചമ്മന്തിയും വടയും കൂടെ ആക്കണം. പിന്നെ ഇത്രയും സംഭവങ്ങളൊക്കെ ഒരുക്കണം. പക്ഷെ ഞാനിങ്ങനെ വട്ട് പിടിച്ച് ഓടേണ്ട സമയമാണ്. ഞാൻ മാത്രമല്ല, ചേട്ടൻ്റെ കാര്യവും അങ്ങനെ തന്നെ. കാരണം ഇപ്പോൾ വീട്ടിൽ കുറച്ച് ദിവസമായി, 2-3 ദിവസം കൊണ്ട് അമ്മ വീട്ടിലില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും മൊത്തം ജോലി കൂടുമല്ലോ. ജോലി ഭാരം കൂടുതലാണ്. കടയിലാണെങ്കിലും അങ്ങനെ തന്നെ. നമ്മളെ സ്റ്റാഫ് കല്യാണം കഴിഞ്ഞ് വരും എന്ന് പറഞ്ഞ് ലീവിന് പോയ ആൾ കല്യാണം കഴിഞ്ഞതിന് ശേഷം വന്നില്ല. അത് പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് ഈ കല്യാണം കഴിഞ്ഞ് വരും എന്ന് പറഞ്ഞ് പോണവരൊക്കെ പിന്നെ കല്യാണത്തിന് ശേഷം അവരുടെ ലൈഫ് മാറുകയല്ലേ. അപ്പോൾ പിന്നെ അവരുടെ തീരുമാനങ്ങളും മാറും. പക്ഷെ അത് ആ ഒരു സൈഡ്. പക്ഷെ നമുക്ക് നന്നായിട്ട് പണി കിട്ടിയില്ലേ. നമ്മളിപ്പോൾ ആകെപ്പാടെ ഓട്ടമാണ്. പിന്നെ ഞാൻ റീൽസ് ഇട്ടതൊക്കെ അല്ലെങ്കിൽ ഷോർട്സ് ഇട്ടതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഞങ്ങൾക്ക് പുതിയൊരു കടയുടെ പണി നടക്കുകയില്ല, പണി ഏകദേശം കഴിഞ്ഞ്. അപ്പോൾ അതിൻ്റെ കുറേ സംഭവങ്ങളുമായിട്ട് ഓടണം. അങ്ങനെ ഫുൾ ബിസിയാണ്, വട്ട് പിടിച്ച സമയമാണ്. അപ്പോൾ ഈ പതഞ്ഞു പൊങ്ങിയ പത കണ്ടില്ലേ, ഈ പതയാണ് ഞാൻ എപ്പോഴും പറയണത്. സാമ്പാർ വയ്ക്കുമ്പോൾ ഇങ്ങനെ പതഞ്ഞു പൊങ്ങണം, ആ പത ഒന്ന് മാറ്റണമെന്ന്. അപ്പോൾ ഇതാണ് നമുക്ക് ഈ ഗ്യാസ് ട്രബിളിൻ്റെ പ്രശ്നം ഉണ്ടാക്കുന്നത്. അപ്പോൾ അതങ്ങ് കോരി കളഞ്ഞിട്ട് സാമ്പാർ വെക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഈ ഗ്യാസ് ട്രബിളിൻ്റെ പ്രശ്നം വരില്ല. അതിനെന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ കുക്കറിൽ തോരൻ പരിപ്പ് ഇട്ടതിന് ശേഷം തുറന്ന് വെച്ച് നന്നായിട്ട് തിളപ്പിക്കുമ്പോൾ തന്നെ ഇതൊരുമാതിരി ഭയങ്കര ഒരു വല്ലാത്തൊരു പത പൊങ്ങി വന്നിട്ട് ഒരു കറ പോലെ വരും. അതങ്ങ് കോരി മാറ്റിയാൽ മതി. പിന്നെ ഞാൻ സാമ്പാർ വയ്ക്കുമ്പോൾ അതിൽ വെളുത്തുള്ളി ഇടാറുണ്ട്. ഇപ്പോൾ ഇനി കേശുവിന് കൊണ്ടുപോകാനുള്ള ഇഡ്ഡലി ഉണ്ടാക്കിയാണേ. മോന് കൊണ്ടുപോകാനായിട്ട് 4 കുഞ്ഞിന് ഇഡ്ഡലി ഉണ്ടാക്കും, ഞങ്ങൾക്കായിട്ട് വലിയ ഇഡ്ഡലി. അപ്പോൾ എണ്ണിച്ചുട്ട അപ്പം പോലെ എണ്ണിച്ചുട്ട് ഉണ്ടാക്കിയാണ്. ഒരെണ്ണം പോലും ബാലൻസ് ഇരുന്നാൽ ആരും കഴിക്കൂല. അതുകൊണ്ട് എണ്ണിയാണ് ഇഡ്ഡലി ഉണ്ടാക്കണത്. ആ തോരൻ പരിപ്പിൽ നിന്ന് കോരി മാറ്റിയ പതയെന്ന് പറഞ്ഞില്ല, അത് ആ സംഭവമായിരുന്നു. അതങ്ങ് മാറ്റിയാൽ മതി. പിന്നെ അപ്പോഴേക്ക് പിന്നെ കുക്കർ അടച്ചു വെച്ച് വേവിക്കുമ്പോഴേക്ക് പിന്നെ പ്രശ്നമൊന്നുമില്ല. അങ്ങനെ മാവ് കലക്കിയതിന് ശേഷം ഇപ്പോഴത്തേക്ക് ആവശ്യമുള്ള മാവ് മാത്രം എടുത്തിട്ട് ബാലൻസ് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പിന്നെ ഇഡ്ഡലി ഉണ്ടാക്കിയിട്ട് വീണ്ടും മാവ് ബാലൻസ് വന്ന് അതൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ട് നേരെ ഫ്രിഡ്ജിനകത്തോട്ട് മാറ്റണം. ആദ്യം ഞാൻ മാറ്റിയ മാവില്ലേ, അത് ഞാൻ കലക്കാത്ത മാവായിരുന്നു. അപ്പോൾ മാവ് പകുതിയല്ല 1/4 ഭാഗത്തോളം മാറ്റിയിട്ട് ബാലൻസ് കലക്കിയാണ് ഇഡ്ഡലി ഉണ്ടാക്കിയത്. ഇഡ്ഡലി ഉണ്ടാക്കിയതിന് ശേഷവും ബാലൻസ് മാവ് വന്ന്. അപ്പോൾ അത് രണ്ടായിട്ട് തന്നെ ഫ്രിഡ്ജിൽ വയ്ക്കും. ഒന്ന് കലക്കിയതും ഒന്ന് കലക്കാത്തതും അല്ലേ. അപ്പോൾ ഞാനിങ്ങനെ വെന്തോന്ന് അറിയാനായിട്ട് നമ്മൾ കേക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ കുത്തി നോക്കുമ്പോൾ ഒന്ന് കുത്തി നോക്കും കേട്ടോ. അല്ലാണ്ട് അങ്ങനെ നോക്കിയാൽ ചിലപ്പോൾ വെന്തില്ലെങ്കിലോ എന്നൊരു ടെൻഷനാണ്. അപ്പോൾ അമ്മ പറയും നന്നായിട്ട് വെടിച്ച് വരണമെങ്കിൽ അത് വെന്തതാണെന്ന്. പക്ഷേ ഈ ഇഡ്ഡലി അങ്ങനെ വെടിച്ചൊന്നും വന്നില്ല. അതുകൊണ്ട് ഞാൻ അങ്ങനെ ഒന്ന് കുത്തി നോക്കിയപ്പോഴേക്കും മനസ്സിലായി വെന്തിട്ടുണ്ടെന്ന്. കുത്തി നോക്കുമ്പോഴേക്കും അതിൽ മാവൊന്നും പറ്റിയിട്ടില്ലെങ്കിൽ അറിയാമല്ലോ വെന്തതാണെന്ന്. പിന്നെ തലേ ദിവസം കഞ്ഞിവെള്ളത്തിൽ നാരങ്ങയുടെ തോടിട്ട് വെച്ചിരുന്നതാണ്. അപ്പോൾ അതിലെന്തോ കറിയും കൂടെ വീണതാണ് കളർ അങ്ങനെ ഇരിക്കണത്. അങ്ങനെ രാവിലെ തന്നെ അതിനെ ഒന്ന് ഞെരടി പിഴിഞ്ഞ് ആ കറിവേപ്പിലയുടെ മൂട്ടിലങ്ങ് ഒഴിക്കാമെന്ന് വിചാരിച്ചു. ഇപ്പം ഞാൻ ആഴ്ചയിലൊരു 2-3 ദിവസം മാക്സിമം ഒഴിക്കാറുണ്ട്. 3 ദിവസമൊക്കെ ഒഴിച്ചാൽ മതി കേട്ടോ. കറിവേപ്പില ഏകദേശം നല്ലതുപോലെ നിൽക്കണുണ്ട്. രക്ഷപ്പെട്ട് വന്നാൽ മതി എന്നൊരു പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. അങ്ങനെ ഞാൻ എന്ത് ചെയ്യുന്നറിയാമോ, കറിവേപ്പിലയുടെ മൂട്ടിൽ ഇങ്ങനെ മണ്ണൊക്കെ നല്ല കൂമ്പാരം കൂട്ടിയൊക്കെ ഇട്ട് കൊടുത്ത്, അതിന് ഏതോ ഒരു വീഡിയോയിൽ കണ്ടതാണ് മണ്ണിങ്ങനെ നന്നായിട്ട് കൂമ്പാരം കൂട്ടി ഇട്ട് കൊടുക്കണമെന്ന്. അങ്ങനെയൊക്കെ നോക്കിയാണ് കണ്ണേ പൊന്നേ പോറ്റി എന്ന് പറഞ്ഞ് ഇങ്ങനെ വളർത്തിക്കൊണ്ട് വരെയാണ്. എന്താവുമെന്നൊന്നും അറിഞ്ഞൂടാ. ജീരക കറിവേപ്പിലയാണ്. അതാകുമ്പോൾ ചെറിയ ഇലയും നല്ല മണവുമാണ് അതിന്. പിന്നെ ഇനി സാമ്പാർ വെക്കണമല്ലോ. അപ്പോൾ സാമ്പാറിന് ഞാനിപ്പോൾ കത്തിരിക്കയും മത്തങ്ങയും വെണ്ടയ്ക്കയും മാത്രമേ ഇടണുള്ളൂ. ഞാൻ നേരത്തെയൊക്കെ പറഞ്ഞതുപോലെ ഞാൻ ഒരുപാട് വെജിറ്റബിൾസ് ഇട്ട് അങ്ങനെ സാമ്പാർ വെക്കാറില്ല. എനിക്ക് കുറച്ച് മലക്കറി ഇട്ട് വെക്കണതാണ് ഇഷ്ടം.
അപ്പം നമ്മുടെ തോരൻ പരിപ്പൊക്കെ ഇവിടെ നല്ല വെന്ത് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി അതിനെ ഒന്ന് ഉടച്ചിട്ട് ഈ സംഭവങ്ങൾ ഈ മലക്കറി വെണ്ടയ്ക്ക് ഒഴിച്ച് ബാക്കിയുള്ള ഐറ്റംസ് എല്ലാം ഇട്ട് കൊടുത്തിട്ട്, എനിക്കാണെങ്കിൽ സാമ്പാറിന് കുറച്ച് എരിവും കുറച്ച് കളറും വേണം. അതുകൊണ്ട് ഞാൻ മുളക് പൊടി കൂടുതൽ ഇട്ട് കൊടുത്ത്, കാശ്മീരി ചില്ലി ഉണ്ടെങ്കിൽ അത് ഇട്ടാൽ മതി കേട്ടോ. കാശ്മീരി ഇല്ലാത്തതുകൊണ്ടാണ് ഞാനിപ്പം നമ്മുടെ നോർമൽ മുളക് പൊടി ഇട്ട് കൊടുത്തത്. പിന്നെ മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉലുവാപ്പൊടി ഇത്രയും കൂടെ ഇട്ട് കൊടുത്ത് ഉപ്പും കൂടെ ഇട്ട് കായപ്പൊടിയും കൂടെ ഇട്ട് അങ്ങ് കുക്കർ അടച്ച് വെച്ച് വേവിച്ചാൽ അത് അവിടെ ഇരുന്ന് സാവകാശം വെന്ത് വന്നുള്ളൂല്ലോ. സാവകാശമൊന്നുമില്ല, അതാ വെച്ചങ്ങോട്ട് തിരിയുന്ന മുമ്പ് രണ്ട് വിസിൽ മതി ഈ പച്ചക്കറികളൊക്കെ വേവാനായിട്ട്. അങ്ങനെ അത് വേവിക്കാൻ വെച്ച് കേശുവിന് ഞാൻ ഈ സമയം അത്രയും വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ചേട്ടൻ്റെ കയ്യിൽ കേശു ഒതുങ്ങൂല. രാവിലെ ഞാൻ ചെന്ന് എൻ്റെ ഒരു അലർച്ചയും ബഹളമൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ കേശു എണീക്കുള്ളൂ. ചേട്ടൻ ഇങ്ങനെ മോനെ എണിയടാ എന്ന് പറഞ്ഞാൽ അവൻ കുറച്ചും കൂടെ കിടന്നുറങ്ങാനായിട്ട് നോക്കും. അങ്ങനെ ഞാൻ എന്തെന്ന് വെച്ചാൽ അതൊക്കെ അങ്ങ് വെച്ചിട്ട് പാത്രങ്ങൾ അപ്പോഴപ്പോഴങ്ങ് കഴുകി വയ്ക്കാമെന്ന് വിചാരിച്ചല്ലെന്നുണ്ടെങ്കിൽ പാത്രങ്ങൾ കിടന്ന് അമ്മ കഴുകുമല്ലോ. അപ്പം ഞാനീ പറഞ്ഞതുപോലെ മൊത്തത്തിൽ പണി കിട്ടിയിരിക്കുകയാണ്. അമ്മയും ഇല്ല, സ്റ്റാഫും ഇല്ല, വീട്ടിൽ അമ്മയും ഇല്ല, കടയിൽ സ്റ്റാഫും ഇല്ല. എല്ലാം നമ്മളിങ്ങനെ ചെയ്യേണ്ട അവസ്ഥയിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് നല്ല ബുദ്ധിമുട്ടാണ്. അങ്ങനെ ഞാൻ ആ പാത്രം കഴുകിയിട്ട് എന്തെന്നറിയാമോ, പാത്രം കഴുകിയ വെള്ളം എല്ലാം കൊണ്ട് അങ്ങ് ചെടിക്ക് ഒഴിച്ചു കൊടുക്കും. ഒന്നാമത് ഇപ്പോൾ രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരം വെള്ളം ഒഴിച്ച്, എന്നിട്ട് ഇന്ന് രാവിലെ ഒഴിച്ചില്ലെന്നുണ്ടെങ്കിൽ വൈകുന്നേരം ആകുമ്പോൾ ചെടിയൊക്കെ വാടി കരിഞ്ഞ പോലെ ഇരിക്കുകയാണ്. നല്ല വെയിലല്ലേ. പിന്നെ ഒന്നാമത്തെ കാര്യം ഇപ്പോൾ ഫ്രിഡ്ജിലെന്ന് പൈപ്പിൽ എപ്പോഴും വെള്ളം കാണൂല. എല്ലാ ദിവസവും ഒരു 5-6 മണിയാകുമ്പോൾ വെള്ളം തീർന്നിട്ട് പിറ്റേന്ന് 10 മണിക്കേ വരുള്ളൂ. അപ്പോൾ വെള്ളം ഇനി അങ്ങോട്ട് പോകും തോറും നല്ല ബുദ്ധിമുട്ടായിരിക്കും. നമുക്ക് ഇങ്ങനെ വന്നാലും മതി. അപ്പോൾ വെള്ളം പാഴാക്കണ്ടെന്ന് വെച്ചിട്ട് ഞാൻ ഈ പാത്രം കഴുകുന്ന വെള്ളമാണ് കൊണ്ട് അതിലൊക്കെ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോഴേക്കും മീൻകാരൻ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ മീൻകാരൻ ചേട്ടൻ്റെ കയ്യിൽ നിന്ന് 2 അയല മീനാണ് വാങ്ങിച്ചത്. അത് നല്ല പെടക്കണ അയലായിരുന്നു കേട്ടോ, നല്ല വലിയ അയല. 2 എണ്ണം 100 രൂപ. അങ്ങനെ പെട്ടെന്ന് അതും അങ്ങ് വാങ്ങിക്കൊണ്ട് വെച്ച് ഇനി കേശുവിന് കൊണ്ടുപോകാനുള്ളതൊക്കെ ഏകദേശമൊക്കെ റെഡിയായി. അപ്പോൾ ഇനി സാമ്പാർ റെഡി ആവാനുണ്ട്. അങ്ങനെ ഇനി സാമ്പാർ അവിടെ ബാക്കിയെല്ലാം സെറ്റായിട്ടുണ്ട്. ലാസ്റ്റ് ആകുമ്പോൾ എന്തെന്ന് പറയുമ്പോൾ കടുക് താളിച്ചിട്ട് അതിൽ ഈ വെണ്ടയ്ക്ക ഒന്ന് വഴറ്റിയെടുക്കണം. അതിനുശേഷം തക്കാളിയും പച്ചമുളകും കൂടെ ഇതുപോലെ ഒന്ന് വഴറ്റി ഇതെല്ലാം കൂടെ ഇട്ട് കൊടുക്കുമ്പോൾ ഉണ്ടല്ലോ ഭയങ്കര ടേസ്റ്റാണ്. എപ്പോഴും നമ്മൾ സാമ്പാറിൽ വെണ്ടയ്ക്ക ഇങ്ങനെ വഴറ്റി ഇട്ട് കൊടുക്കുന്നതാണ് നല്ലത് കേട്ടോ. കുറേ കൂടെ മണവും ഗുണവും ടേസ്റ്റും ഒക്കെ കിട്ടാനായിട്ട് അതാണ് നല്ലത്. അങ്ങനെ തക്കാളിയും പച്ചമുളകും വെണ്ടയ്ക്ക ഒന്ന് വാടി വന്നതിന് ശേഷമാണ് ഞാൻ ഈ തക്കാളിയും പച്ചമുളകും ഇട്ട് കൊടുത്തത്. അപ്പോൾ അതും കൂടെ ഇട്ടിട്ട് ഒന്ന് അടച്ച് വെച്ച് കുറച്ച് സമയം അങ്ങ് വേവിക്കാം, ഒന്ന് ചൂട് കയറ്റി എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോഴേക്കും ഇതൊന്ന് വെന്ത് കിട്ടുമല്ലോ. അങ്ങനെ ഞാൻ സാമ്പാർ കാസറോളിലേക്ക് ആക്കിയിട്ട് കറിവേപ്പിലയും മല്ലിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിലോട്ട് ഇനി ഇതും കൂടെ അങ്ങ് ഒഴിച്ചു കൊടുത്തിട്ട് മറ്റൊരു മുളക് തീർന്നിരിക്കുകയാണ്. എല്ലാ ദിവസവും വിചാരിക്കുക കടയിൽ പോകുമ്പോഴേക്ക് ഇന്ന് മറ്റൊരു മുളക് വാങ്ങിക്കണം, കുറേ സംഭവങ്ങൾ വാങ്ങണമെന്ന് പറഞ്ഞാണ് കടയിലോട്ട് പോണത്. പക്ഷേ കടയിൽ പോയി കഴിയുമ്പോൾ ഒരു കാര്യങ്ങളും നടക്കില്ലെന്നുള്ളതാണ് പരമാർത്ഥം. അങ്ങനെ കേശു ഇന്നലെ പറഞ്ഞിരിക്കുകയായിരുന്നു എനിക്ക് ഇന്ന് കൊണ്ടുപോകാനായിട്ട് പേരയ്ക്ക വേണം അമ്മ, പേരയ്ക്ക മതി രാവിലെ മോർണിംഗ് സ്നാക്സ് ആയിട്ടെന്ന്. അങ്ങനെ ഞാൻ പേരയ്ക്ക കട്ട് ചെയ്തിട്ടിട്ട് അതിൽ കുറച്ച് ഉപ്പും മുളകും കൂടി ഇങ്ങനെ ചെറുതായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തു. മോൻ അങ്ങനെ കഴിക്കുന്നതാണ് ഇഷ്ടം. അങ്ങനെ കഴിക്കുന്നതാണ് ഇഷ്ടമെന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങനെയാണ് കഴിക്കുന്നത്. അപ്പം ഞാൻ കഴിക്കണ കാണുമ്പോഴേക്കും മോനും സ്വാഭാവികമായിട്ട് അങ്ങനെയല്ലേ കഴിക്കുള്ളൂ. എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ തന്നെയാണ് കേട്ടോ നമ്മളെ മക്കൾ. നമ്മൾ എന്തൊക്കെ കാര്യങ്ങളുണ്ടോ, നമുക്ക് എന്തൊക്കെ കുഴപ്പങ്ങളുണ്ട്, നമ്മുടെ സംസാരത്തിൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെന്ന് നമുക്കിത് മക്കളിങ്ങനെ കുഞ്ഞി പിള്ളേരായിരിക്കുമ്പോൾ മനസ്സിലാവും. ഈ കേശുവിൻ്റെ ഓരോ സംസാരങ്ങൾ കേൾക്കുമ്പോൾ ഈശ്വര ഇങ്ങനെയാണല്ലോ ഞാനും പറയണത് എന്താണ് ഇപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് കേട്ടോ, ഞാൻ എങ്ങനെയൊക്കെയാണ് സംസാരിക്കണതെന്ന്. ഞാൻ എന്തൊക്കെ കാര്യങ്ങൾ പറയുമോ അത് മൊത്തം അവൻ്റെ വായിൽ നിന്നും വരും. അപ്പോഴാണ് ഞാൻ ഇതെവിടെ നിന്ന് കിട്ടിയെന്ന് ആലോചിക്കുമ്പോൾ ചേട്ടൻ പറയും എവിടെ നിന്ന് കിട്ടാൻ, നീ പറയണത് എന്നെന്ന് പറയും. ചില കാര്യങ്ങളൊക്കെ ചിലപ്പോൾ എനിക്ക് വയ്യ ഇങ്ങനെ, അല്ലെങ്കിൽ ഒന്ന് മതിയാക്കോ ഒന്ന് നിർത്തൂ എന്നൊക്കെ ചോദിക്കുന്നത് അതുപോലെ കേശു പറയും. അങ്ങനെയുള്ള പല കാര്യങ്ങളും ഇപ്പോഴാണ് മനസ്സിലാവുന്നത്. എൻ്റെ ആ ഒരു ശൈലി ഞാൻ എങ്ങനെയാണ് അതുപോലെയാണ് കേശുകുട്ടനും. സംസാരത്തിൻ്റെ കാര്യമാണ്. അപ്പോൾ കാണാനായിട്ട് അവൻ്റെ അച്ഛനെ പോലെ എന്നാണ് പറയണത്. കുറേ പേര് പറയും അമ്മയെ പോലെയെന്ന്, കുറേ പേര് പറയും അച്ഛനെ പോലെയെന്ന്. അങ്ങനെ അച്ഛനും മോനും കൂടെ സ്കൂളിൽ പോകാനായിട്ട് ഇറങ്ങി. ഇന്ന് ഞാൻ പോകണില്ല, ഞാൻ കൊണ്ടാക്കിയിട്ട് വരുമ്പോഴേക്കുള്ള കുഴപ്പം എന്താണെന്നറിയാമോ, മോനെ കൊണ്ടാക്കാനായിട്ട് ഞാനും കൂടെ പോയാൽ 7:50 കഴിയുമ്പോഴാണ് കേശുക്കുട്ടനെ സ്കൂളിൽ കൊണ്ടുപോകാനായിട്ട് ഇറങ്ങണത്. അപ്പം ഞാനും കൂടെ പോയാൽ എൻ്റെ ജോലികളൊന്നും തീരെയുമില്ല. മോനെ സ്കൂളിൽ കൊണ്ടാക്കിയിട്ട് ചേട്ടൻ എന്തേന്നറിയാമോ, ഞാൻ പറയാം എന്നെ തിരിച്ച് വീട്ടിൽ കൊണ്ടാക്കാം. ഈ മനുഷ്യൻ നേരെ അങ്ങ് കടയിൽ പോകും. കടയിൽ പോയിട്ട് കട തുറന്ന് പിന്നെ അവിടുത്തെ കടയിലെ ചേച്ചി വന്ന് ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ വിളക്കപ്പം അപ്പോഴെൻ്റെ അടുത്ത് പറയും വിളക്കം കൊണ്ട് കത്തിച്ചിട്ട് അങ്ങ് പോകാമെന്ന്.
വിളക്ക് കത്തിക്കുമ്പോൾ ചിലപ്പോൾ കടയുടെ കാര്യമല്ലേ, കസ്റ്റമർ വരും. നമ്മൾ അതിനാണല്ലോ തുറന്ന് വെച്ചുകൊണ്ട് കട തുറന്ന് വെച്ചിരിക്കുന്നത്. കസ്റ്റമർ വരുമ്പോൾ അവരെ കളഞ്ഞിട്ട് പോകാൻ പറ്റും? എങ്ങനെയായിരുന്നാലും 10 മണി കഴിയും വീടെത്തുമ്പോഴേക്ക്. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ എത്ര നേരം ജോലികളൊക്കെ ചെയ്താലാണ് തീരണത്? 11 മണിയാകുമ്പോൾ തൊട്ട് ചേട്ടൻ ചോദിക്കും, നീ ജോലി ഇത് തീർത്ത് വരണില്ലേ എന്ന്. അപ്പോൾ അതുകൊണ്ട് ഞാനിങ്ങനെ കേശുക്കുട്ടനെ കൊണ്ടാക്കാൻ പോയില്ല. മോനത് ഭയങ്കര വിഷമമാണ്, കൊണ്ടാക്കാൻ പോയില്ലെങ്കിൽ. അവന് നമ്മൾ രണ്ടുപേരും കൂടെ പോണതാണ് അവനിഷ്ടം. അങ്ങനെ ഇനി ഇവിടെ ഒന്ന് ഈ സൈഡൊന്ന് തൂത്ത് വരാനുണ്ട്. ഇന്നലെ വൈകുന്നേരം ഞാൻ ഇവിടെ തൂത്തൊന്നും വാരിയില്ലായിരുന്നു കേട്ടോ. ഇവിടെ ഈ ചെമ്പരത്ത് നിൽക്കുന്നതുകൊണ്ട് അതിൻ്റെ ഉണങ്ങിയ ഇലയും വാടിയ പൂവും എല്ലാം വീണിട്ട് അവിടെ ഇങ്ങനെ എപ്പോഴും ചവറ് കാണും. പിന്നെ മറ്റേ ഹരിതകർമ്മ സേനയ്ക്ക് കൊടുക്കാനുള്ള വേസ്റ്റുകളുണ്ടല്ലോ, അതിങ്ങനെ അതിലാണ് ഹാങ് ചെയ്തിട്ടിരിക്കുന്നത്. അപ്പോൾ അത് നിറഞ്ഞ് 2 ദിവസം കൊണ്ട് വിചാരിക്കുകയാണ് അതിനെ ഒന്ന് മാറ്റണമെന്ന്. ഈ പറയും പോലെ സമയം കിട്ടാത്തത് മാത്രമല്ല, അതിനെപ്പറ്റി പിന്നീട് ആ കാണുമ്പോൾ വിചാരിക്കും, പിന്നെ അതങ്ങ് മറന്നു പോകും. അങ്ങനെ ഞാൻ ഇന്ന് എന്തായിരുന്നാലും അതിലെ വേസ്റ്റ് എല്ലാം മാറ്റി ഈ ഒരു കറുത്ത കവറിലോട്ടാക്കി കെട്ടി അങ്ങ് വെച്ചേക്ക്. അപ്പോൾ നമ്മൾ ആ കവർ വരുമ്പോഴത്തേക്ക് എടുത്ത് കൊടുക്കാനായിട്ട് എളുപ്പമാണ്. അങ്ങനെ കെട്ടി, അതുപോലെ അവരെപ്പോഴും പറയും വെള്ളം നനയാതെ വെച്ചിരിക്കണമെന്ന്. നമുക്ക് ആദ്യമൊന്നും നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കില്ലായിരുന്നു. ഇങ്ങനെ ചാക്കിൽ എന്തെങ്കിലും കെട്ടി എല്ലാ വേസ്റ്റും അതിലങ്ങ് ഇട്ടിട്ട് കൊണ്ട് ആ ബാക്ക് സൈഡിൽ വെച്ചിരിക്കും. അത് മഴ പെയ്യണമെങ്കിൽ മഴ നനഞ്ഞ് കുതിർന്ന് അത് എടുക്കാൻ പറ്റാത്ത അവസ്ഥയാവും. അങ്ങനെ അവർ പറയും ഇങ്ങനെ വെക്കല്ലേ, അവരതൊന്നും എടുത്തുകൊണ്ട് പോകില്ല. ഇപ്പം എല്ലാം ശ്രദ്ധിക്കും കേട്ടാ. ഞാൻ ഈ പറയും പോലെ മാവ് അല്ലെങ്കിൽ പാലൊക്കെ വാങ്ങിച്ച കവറാണെങ്കിൽ ഞാൻ കഴുകി ഉണക്കിയതിന് ശേഷം അതിലിടാറുള്ളൂ. ഈ കറികളും കാര്യങ്ങളും എന്തെങ്കിലുമൊക്കെ ഉള്ള ടിന്നുകളൊക്കെ ഉണ്ട് നമുക്ക് കളയാനുള്ളതാണെങ്കിലും അതും ഞാൻ വൃത്തിയാക്കിയതിന് ശേഷം അതിലേക്ക് ഇടാറുള്ളൂ. അപ്പോൾ ഒരു വൃത്തിയായിട്ടിരിക്കും. പിന്നെ അതുപോലെ കവറിലാക്കി കെട്ടി അങ്ങ് വെക്കുകയും ചെയ്യും. അപ്പോൾ അതങ്ങ് സേഫായിട്ട് മഴവെള്ളമൊന്നും നനയാണ്ടിരിക്കുമല്ലോ. ഇനി ഇവിടെ മൊത്തം ഒന്ന് അടിച്ച് വാരി വൃത്തിയാക്കി ഇടണം. ഈ പറയും പോലെ നമ്മുടെ അടുക്കള സൈഡല്ലേ, അപ്പോൾ അവിടെ ഒന്ന് ഒരു ഇതായിട്ടൊക്കെ കിടക്കുമ്പോഴേക്കും ആരെങ്കിലും വന്ന് കണ്ടാൽ ഒരു ഭംഗിയില്ലാതെ കിടക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ട് അതങ്ങ് വൃത്തിയാക്കി ഇടാമെന്ന് വിചാരിക്കുകയാണെ. നമ്മളെല്ലാ ദിവസവും അടിച്ച് വാരി തൂത്ത് വൃത്തിയാക്കി ഇടും. ഏതെങ്കിലും ഒരു ദിവസം നമ്മളങ്ങനെ ചെയ്യാത്ത ഒരു ദിവസം ഒന്ന് ആലോചിച്ച് നോക്കിയാണ് അച്ചട്ടായിട്ട് അന്നാരെങ്കിലും വരെയും ചെയ്യും, വീട് മൊത്തം കോലം കെട്ട് കിടക്കുകയും ചെയ്യും. നമ്മുടെ കാര്യത്തിലാണെങ്കിൽ അവർ വിചാരിക്കും, അയ്യോ അവൾ വീഡിയോയിലൊക്കെ എന്തൊക്കെയാണ് കാണിക്കണത്, വീട് ചെന്ന് നോക്കണം അപ്പോഴാണ് അറിയാൻ പറ്റണതെന്ന് തോന്നും. അന്ന് ഇതുപോലെ നമ്മളെ പൈപ്പൊക്കെ കംപ്ലൈൻ്റ് ആയിട്ട് പൈപ്പ് ശരിയാക്കാനായിട്ട് ഒരു ചേട്ടനെ വിളിച്ചായിരുന്നു. ആ ചേട്ടൻ വന്നതിൻ്റെ അന്ന് നമ്മളെ വീടിനകം കിടന്ന ഒരു കോലം കാണുമായിരുന്നു. ആ കടയിലത്തേക്ക് സാധനങ്ങളൊക്കെ വാങ്ങിയതിൻ്റെ തെർമോക്കോളൊക്കെ ഉണ്ടല്ലോ, അത് നമ്മളെല്ലാം കൂടെ ഒരു ചാക്കി കെട്ടി വെച്ചിരിക്കുകയായിരുന്നു. കേശുക്കുട്ട അവന് കളിക്കണമെന്ന് പറഞ്ഞ് തെർമോക്കോളിൻ്റെ കാര്യം പിന്നെ പറയേ വേണ്ടല്ലോ, എടുത്ത് അവനിങ്ങനെ പിച്ചിട്ട് അതിങ്ങനെ പറന്ന് നടക്കണ കാണാനായിട്ട് ഭയങ്കര ഇഷ്ടം. വീടിനകം ഫുള്ള് ഇതിങ്ങനെ തന്നെ അതിൻ്റെ കാർഡ്ബോർഡും ആ തെർമോക്കോളും മൊത്തം പിച്ച് ഇട്ടിട്ട് ഒരു മേളമായിരുന്നു. എനിക്കാണെങ്കിൽ ഇതുപോലെ ഒരു നാണക്കേടും ഇല്ലായിരുന്നു. അവർ വിചാരിക്കില്ല, അത് ആ ചേട്ടൻ അറിയുകയും ചെയ്യും, നമുക്ക് യൂട്യൂബ് ചാനലൊക്കെ ഉള്ളത്. അപ്പോൾ പുള്ളിക്കാരൻ വീഡിയോ കാണുമ്പോഴേക്കും ഭാര്യയോടെ പറയും, ഇതിൽ കാണിക്കും പോലെയൊന്നും അല്ല, അവരെ വീട് പോയി കാണണമെന്ന്. അതാണ് എനിക്ക് വിഷമം. അങ്ങനെ എന്തായാലും ഞാൻ ഇവിടെയെല്ലാം ഇപ്പം തൂത്ത് അവിടെ ഒരു എന്തോന്ന് ഒരു ബക്കറ്റ് വെച്ചിട്ടുണ്ട്. അപ്പം ഞാനിതെല്ലാം തൂത്തിട്ട് ആ ബക്കറ്റിനകത്തങ്ങ് ഇട്ട് അതിലിട്ട് തന്നെ കത്തിക്കും കേട്ടാ. ഇനി എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണെന്നറിയാമോ, ഇവിടെ മൊത്തം ഈ ഭാഗം മൊത്തം അങ്ങ് തറയോടിടണം. ഇവിടെ നമ്മളന്ന് ഇങ്ങനെ വാസ്തുവൊക്കെ നോക്കിയിട്ട് മനതിരിക്കും പോലെയൊക്കെ തിരിച്ചിട്ടുണ്ട്. അതൊക്കെ ഫുള്ളൊക്കെ ഇടിച്ച് കളഞ്ഞിട്ട് നമ്മളൊന്ന് ചോദിക്കുമ്പോൾ എന്തെങ്കിലും സൊല്യൂഷൻ കാണുമല്ലോ. അപ്പോൾ അതിൽ സംഭവമൊക്കെ ഒന്ന് ഇടിച്ച് കളഞ്ഞ് അവിടെ തലക്കല്ലൊക്കെ ഇടിച്ച് കളഞ്ഞ് ആ സൈഡുള്ള മതിലൊക്കെ പൂശിയിട്ട് അവിടെ ഫുള്ളങ്ങ് തറയോടിടുമ്പോൾ ഉണ്ടല്ലോ നമുക്ക് ഒരുപാട് സ്ഥലം കിട്ടും പുറകുവശത്ത്. കേശുക്കുട്ടനൊന്ന് ഓടിക്കളിക്കണമെങ്കിലായിരുന്നാലും പിന്നെ നമുക്ക് ബൈക്ക് നമ്മൾ സ്കൂട്ടറൊക്കെ വേണമെങ്കിൽ സ്കൂട്ടറും ബുള്ളറ്റും ഒക്കെ ഈ ഒരു ഭാഗത്ത് വെക്കുകയും ചെയ്യാം. ഇവിടെ ഒരു ഗേറ്റും കൂടി ഇടുന്ന പാടല്ലേ ഉള്ളൂ. അങ്ങനെ ഒരു ഗേറ്റും കൂടി ഇടാമെങ്കിൽ നമ്മുടെ വീട്ടിൽ മുതലിനേക്കാളും കൂടുതൽ ഗേറ്റുകളായിരിക്കും, എങ്കിലും നല്ല രസമായിരിക്കും. പക്ഷെ അതിന് ഇറങ്ങി തിരിച്ചാൽ ചിലപ്പോൾ 1,00,000 രൂപയും കൊണ്ടായിരിക്കും, 1,00,000 നിൽക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, കൊണ്ടായിരിക്കും പോണത്. അതുകൊണ്ട് മിണ്ടാതിരിക്കുകയാണ്. അങ്ങനെ ഒരു പ്ലാൻ ഞാനിങ്ങനെ ചേട്ടനെടുത്ത് പറഞ്ഞപ്പോൾ ചേട്ടൻ കേട്ട ഭാവം പോലും കാണിച്ചില്ല. ആളിപ്പോൾ മൊത്തം ടൈറ്റായിട്ട് നിൽക്കുന്ന സമയമാണ്. ഞാൻ നിങ്ങളുടെ പറയില്ല ഒരു കാര്യം പറയാനുണ്ടെന്നൊക്കെ. ആ കാര്യം നമ്മുടെ കടയായിരുന്നു. ഇടയ്ക്ക് ഞാൻ എന്തോ അറിയാണ്ട് എൻ്റെ വായിന്ന് വീണ് പോയത് കുറച്ച് പേരൊക്കെ ക്യാച്ച് ചെയ്തിട്ട് അതിലെ കമൻ്റ് ഇട്ടിരിക്കുന്നത് ഞാൻ കണ്ടായിരുന്നു. ഞാൻ പോലും അറിഞ്ഞില്ല കേട്ടോ ആ കാര്യം ഇങ്ങനെ വായിന്ന് വീണോ എന്ന്. അപ്പോൾ നമ്മുടെ പുതിയ കട മൺവിളയിലാണ്. അതിൻ്റെ പണിയൊക്കെ പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്.
അപ്പോൾ എത്രയും പെട്ടെന്ന് ഇനി അതിൻ്റെ ഉദ്ഘാടനമൊക്കെ നടത്തിയിട്ട് അതിനെ പ്രവർത്തിപ്പിച്ച് തുടങ്ങണം. അപ്പോൾ അതിൻ്റെ ഓട്ടം നമ്മുടെ പിന്നെ ഈ കട ഓടിക്കൊണ്ടിരിക്കുന്ന കട നമുക്ക് ഉപേക്ഷിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതിൻ്റെ ഓട്ടം, വീട്, കേശ് കൂട്ടാൻ എല്ലാം കൂടെ ആയിട്ട് ചേട്ടനാണെന്നുണ്ടെങ്കിൽ നല്ല ടെൻഷനിൽ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അറിയാമല്ലോ, പുതിയ എന്തെങ്കിലും സംരംഭം തുടങ്ങുമ്പോഴുള്ള ഓരോ ടെൻഷനും കാര്യങ്ങളും. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഓവറായിട്ട് ഞാനങ്ങനെ അതുകൊണ്ട് ഒരുപാട് ടെൻഷൻ കൊടുക്കാതെ നോക്കുകയാണ്. പിന്നെ ഇത്രയും കാര്യങ്ങൾ നമ്മുടെ തലയിലുണ്ട്. എല്ലാം കൂടെ ആയപ്പോഴേക്കും ഭയങ്കര ഇതായിട്ട് പോവുകയാണ്. സമയം എന്ന് പറഞ്ഞാലേ ഈ പറയും പോലെ സമയം നമ്മളെ മുമ്പിൽ ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷേ നമുക്ക് ആ സമയത്തിന് നമുക്ക് ഉപയോഗപ്പെടുത്താനായിട്ട് പറ്റണില്ല. അതൊക്കെയാണ് നമ്മുടെ പ്രശ്നം കേട്ടോ. നമ്മളെപ്പോഴും പറയൂലേ നമുക്ക് സമയമില്ല എന്ന്. സമയം എല്ലാവർക്കും ഉണ്ട്, ഒരുപോലെ തന്നെയാണ്. പക്ഷേ അതിനെ നമ്മൾ കറക്റ്റായിട്ട് ഉപയോഗപ്പെടുത്തി കറക്റ്റായിട്ടൊന്ന് കോർഡിനേറ്റ് ചെയ്തൊക്കെ കാര്യങ്ങൾ നീക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാം നടക്കും. അതാണ് പറ്റാത്തത്. അതിനി ഒരു സമയക്രമമൊക്കെ കൊണ്ടുവരേണ്ടി വരും. അങ്ങനെ അവിടെ അടിച്ചൊക്കെ വാരിയിട്ട് പിന്നെ ഇനി കുറേ ഈ ചെമ്പരത്തി ഞാനിങ്ങനെ എപ്പോഴും ഒന്ന് വെട്ടി ഒതുക്കി നിർത്താറുണ്ട്. ഇല്ലെന്നുണ്ടെങ്കിൽ ഇവിടെ മൊത്തം പടർന്നങ്ങ് പന്തലിച്ചനെ. അങ്ങനെ വീണ്ടും ഇങ്ങോട്ട് അതിൻ്റെ കൈയും കാലൊക്കെ നീണ്ടു വന്നതിനേക്ക് ഞാനൊന്ന് വെട്ടി ഒതുക്കി കൊടുത്ത് ഇനി അയല മീൻ വാങ്ങിച്ചിട്ട് അവിടെ തന്നെ വെച്ചിരിക്കുകയാണ്. അത് ഇതുവരെ ഒന്നും ചെയ്തില്ല. ഇനി കുറച്ച് പാത്രങ്ങൾ വീണ്ടും സിങ്കിലായി അതുകൂടെ അങ്ങ് കഴുകി വെച്ചിട്ട് മീനിൽ കൈ വയ്ക്കാമെന്ന് വിചാരിച്ച്. മീനിൽ കൈ വയ്ക്കുന്നതിന് മുന്നേ ചേട്ടൻ കേശുവിനെ കൊണ്ടാക്കിയിട്ട് തിരിച്ച് വന്നില്ല ഇത് കാപ്പി കുടിക്കാനായിട്ട്. ഞാനും കാപ്പി കുടിച്ചില്ല. ഞാൻ വിചാരിച്ച് ചേട്ടനും കൂടെ വന്നിട്ട് ഒരുമിച്ച് കാപ്പി കുടിക്കാമെന്ന്. ഇഡ്ഡലി സാമ്പാറുമായി. ഇനി ചമ്മന്തി അരയ്ക്കണം. അതുപോലെ ഞാൻ പറഞ്ഞില്ലേ ഉഴുന്ന് വെള്ളത്തിയിട്ടിരിക്കുകയായിരുന്നു ഉഴുന്ന് വട ഉണ്ടാക്കാനായിട്ടെന്ന്. അപ്പോൾ മോൻ്റെ അടുത്ത് രാവിലെ ഉഴുന്ന് വട തരട്ടാന്ന് ചോദിച്ചപ്പോഴേ അവന് വേണ്ടാന്ന് പറഞ്ഞു. വേണ്ടമ്മ, എനിക്ക് കൊണ്ടുപോകാനായിട്ട് വട വേണ്ട, എനിക്ക് പേരയ്ക്ക മതി, പിന്നെ കൊണ്ടുപോകാൻ ഇഡ്ഡലി മതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ പിന്നെ അതിനും കൂടെ മെനക്കിയിട്ടില്ല. അപ്പോൾ ഈ പറയും പോലെ 8:30 മണി കഴിഞ്ഞതേ ഉള്ള ഇത്രയും സമയമായപ്പോഴേക്കും ഒരുപാട് കാര്യങ്ങൾ ചെയ്തെങ്കിലും സമയം ഒരുപാട് അങ്ങോട്ട് പോയില്ല. അപ്പോൾ ഇനി വേണം ആ പാത്രങ്ങളൊക്കെ കഴുകി വെച്ചിട്ട് ഇനി ഉഴുന്നുവട ഉണ്ടാക്കാനുള്ള ഉഴുന്നൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഉഴുന്നുവട ഉണ്ടാക്കാനായിട്ട് ഉഴുന്നരയ്ക്കുമ്പം വെള്ളം തൊടാതെ വേണം അരയ്ക്കാനായിട്ട്. ആ വെള്ളം കൂടിപ്പോയാൽ പിന്നെ വട ഉണ്ടാക്കാനായിട്ട് പറ്റില്ല. അതിൻ്റെ കൺസിസ്റ്റൻസി ഫുള്ളായിട്ട് പോകും. അപ്പോൾ ഇതിൽ ഉഴുന്നുമുണ്ട് ഉലുവയും ഉണ്ട്. ഇനി ഞാനിത് വെള്ളം പോലും തൊടാണ്ട് അങ്ങ് അരച്ചെടുക്കും. ഇനി ഞാനിപ്പോൾ തന്നെ കുറച്ച് ഉപ്പും അതിൽ സോഡാപ്പൊടിയും കൂടെ ഒരുമിച്ചിട്ടിട്ട് അരച്ചെടുക്കുകയാണ്. അപ്പോൾ പിന്നെ നമ്മൾ പിന്നെ കൈ കൊണ്ട് മിക്സ് ചെയ്യേണ്ടി വരുമല്ലോ. അപ്പോൾ അരച്ചെടുക്കുമ്പോൾ കുറച്ചൊരു കുടുക്കം വരും. ഇതിങ്ങനെ ഡ്രൈ ആവുമല്ലോ ഒന്ന് അരയ്ക്കുമ്പോൾ, വെള്ളം കൂടെ ഇല്ലാത്തതുകൊണ്ട് ആ ഒരു തിക്നെസ് വരും. എന്നാലും ആ ഒരു തിക്നെസ്സാണ് നമുക്ക് വേണ്ടത്. നല്ല മഷി പോലെ അരച്ചെടുക്കുകയും വേണം. അങ്ങനെ അത് അരച്ചെടുത്ത് ഇനി ഇതിൽ വെജിറ്റബിൾസേ നമുക്ക് ക്യാരറ്റ് ചേർക്കാം, ക്യാബേജ് ചേർക്കാം, സവോള ചേർക്കാം, പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില എല്ലാം ചേർക്കാം. ഇപ്പം ദൈവം സഹായിച്ച് എൻ്റെ കയ്യിൽ ക്യാബേജ് ഇല്ല, ക്യാരറ്റ് ഇല്ല. അതുകൊണ്ട് ഞാൻ സവോള മാത്രം കുറച്ച് കൊത്തി അരിഞ്ഞതും അതുപോലെ തന്നെ പച്ചമുളകും ഇത്രയും സംഭവങ്ങളെ ചേർക്കണമല്ലോ. അത്ര മാത്രം ചേർത്താലും മതി. നമുക്ക് എങ്ങനെ വേണം ഉണ്ടാക്കാം, നമ്മുടെ സൗകര്യമല്ലേ. നമ്മളെ സൗകര്യത്തിനനുസരിച്ച് നമുക്ക് ഉണ്ടാക്കാം. നമ്മളിപ്പോൾ ഇത് ആർക്കും വിൽക്കാനൊന്നും അല്ലല്ലോ, നമുക്ക് കഴിക്കാനല്ലേ. അപ്പോൾ എന്തെങ്കിലും കൂടുതൽ കുറവൊക്കെ ഉണ്ടെങ്കിൽ അതങ്ങ് സഹിക്കാം. പിന്നെ ഈ പറയും പോലെ അങ്ങനെ ക്യാരറ്റും ക്യാബേജും ഒന്നും ചേർത്തില്ലെന്ന് പറഞ്ഞ് അതിൻ്റെ രുചിക്ക് വ്യത്യാസം അങ്ങനെയൊന്നും വരില്ല കേട്ടോ. അതൊക്കെ നമ്മുടെ മനസ്സും കൂടെയാണ് കുറേയൊക്കെ. അങ്ങനെ അതിനൊന്ന് ക്രഷ് ചെയ്തെടുക്കുകയാണേ. അങ്ങനെ അതൊക്കെ ഒന്ന് ക്രഷ് ചെയ്തെടുത്ത്. അപ്പോൾ പച്ചമുളക് കുറച്ച് കൂടുതലാണെന്ന് എനിക്ക് തോന്നിയുകൊണ്ട് ഞാൻ 2 പച്ചമുളക് അങ്ങ് മാറ്റി അതിരുന്നു. അതിനുശേഷം ബാക്കി സംഭവങ്ങളെല്ലാം അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇനി കുറച്ച് റവയും കൂടെ ഇട്ട് കൊടുക്കണം. നമുക്ക് അരിമാവ് ഉണ്ടെങ്കിൽ കുറച്ച് അരിപ്പൊടി ഇട്ട് കൊടുത്താൽ മതി. ഞാനിപ്പോൾ കുറച്ച് റവ ചേർക്കുകയാണേ. പിന്നെ ഇഞ്ചി ഒന്ന് ചതച്ചെടുത്തിട്ട് കുറച്ച് മതി. നമുക്കൊന്ന് ഇതൊക്കെ കടിക്കാനായിട്ട് കിട്ടണം, അപ്പോഴാണ് നല്ല ടേസ്റ്റ്. അപ്പോൾ ഒന്ന് ചതച്ചിട്ട് ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്തങ്ങ് ഇട്ട് കൊടുത്ത് ഇനി കുറച്ച് റവയും അതുപോലെ തന്നെ ഒന്നിങ്ങനെ മുരുമുരായിരിക്കണമല്ലോ വടയൊക്കെ. അതിന് വേണ്ടി കുറച്ച് റവയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത് ഇനി ഇതാ പാത്രം അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ച് എണ്ണ തിളച്ചതിന് ശേഷം പിന്നെ ഈ വട ഉണ്ടാക്കുമ്പോഴേക്കും നമുക്ക് ആ ഉഴുന്ന വട അറിയാമല്ലോ, നല്ല ഹോള് വരണം നടുക്ക്. അപ്പോൾ എൻ്റെ മുന്നേയുള്ള വീഡിയോ കാണുന്നവർക്ക് അറിയാം ഞാൻ ഇങ്ങനെയാണ് ഉഴുന്ന വട ഉണ്ടാക്കാറുള്ളതെന്ന്. ഇതുപോലെ എന്ത് ചെയ്യണമെന്നറിയാമോ, ഒരു ചിരട്ട എടുത്തിട്ട് അതിൻ്റെ ആ ഒരു പുള്ളി പോരൊക്കെ ഉള്ളതൊക്കെ അങ്ങ് ചെത്തിക്കളഞ്ഞതിന് ശേഷം ഒന്ന് നനച്ചെടുത്തിട്ട് നമ്മൾ ഈ മാവ് അതിലോട്ടങ്ങ് വെച്ചിട്ട് അതിലിങ്ങനെ ഒരു ഹോളൊക്കെ ആക്കി ആ എണ്ണയിലോട്ടങ്ങ് കാണിച്ചു കൊടുത്താൽ മാത്രം മതി. അത് തനിയെ ചെന്നങ്ങ് വീണോളും. ഇത്രയേ ഉള്ളൂ, ഭയങ്കര ഈസിയാണ്. നമുക്ക് ചിരട്ടയിൽ നിന്ന് വിട്ട് വരുമെന്നുള്ള യാതൊരു സംശയവും വേണ്ട. നല്ല സൂപ്പറായിട്ട് വിട്ട് വന്നോളും.
അങ്ങനെ ഞാൻ 2 വടയേ ഉണ്ടാക്കിയുള്ളൂ. ഈ ഉഴുന്ന വട ചേട്ടന് ഭയങ്കര ഇഷ്ടമാണ്. 2-3 എണ്ണമൊക്കെ ഉണ്ടാക്കിയാൽ ആശ എന്തെന്ന് അറിയാമോ, അത് മുഴുവൻ കഴിക്കും. അതുകൊണ്ട് ഞാൻ ഒരു വടയേ ഉണ്ടാക്കിയുള്ളൂ. എനിക്കാണെങ്കിൽ വട അങ്ങനെ വലിയ ഇഷ്ടമല്ല. എനിക്ക് ഈ വാഴയ്ക്കപ്പം ഇല്ലേ, അതാണ് കൂടുതൽ ഇഷ്ടം. പിന്നെ ഉണ്ടാക്കിയപ്പോൾ ഞാൻ 2 വട ഉണ്ടാക്കിയിട്ട് ബാക്കി മാവ് അതേപോലെ എടുത്ത് ഫ്രിഡ്ജിൽ വെച്ച് വൈകുന്നേരം മോൻ വരുമ്പോഴേക്ക് ഒരെണ്ണം ഉണ്ടാക്കി കൊടുക്കാമല്ലോ എന്ന് വെച്ചിട്ട്. അങ്ങനെ വട റെഡിയാക്കി അവിടെ വെച്ച്, ഇനി ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചില്ലേ ഒരു ഇടിച്ചക്ക തോരൻ ഉണ്ടാക്കാൻ വേണ്ടി ഒരു ചക്ക അടത്ത് വെച്ചിരുന്നത്, അത് ഇതുവരെ ഉണ്ടാക്കിയില്ല കേട്ടോ. അപ്പോൾ ഇന്നത്തെ ദിവസം ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്, ഇന്നലെ ഉണ്ടാക്കണമെന്ന് വിചാരിച്ചതാണ്, സമയം കിട്ടിയില്ല. അങ്ങനെ ഞാൻ ഈ ചക്ക ഇതിൻ്റെ ഇത്ര ചക്ക മതി, ആ പീസൊന്നും വേണ്ട. ഈ ഇടിച്ചക്കയ്ക്കുള്ളൊരു കാര്യം എന്താണെന്നറിയാമോ, നമ്മൾ വെക്കുമ്പോൾ ഇങ്ങനെ പൊലിച്ച് കയറുമെന്ന് പറയൂല, അതുപോലെ പൊലിച്ച് കയറും അത്. അതുകൊണ്ട് ഞാൻ കുറച്ച് മാത്രമേ എടുക്കണുള്ളൂ. ഞാൻ ചേട്ടന് മാത്രമല്ലേ ഉള്ളൂ. ചില സമയത്ത് ചേട്ടൻ കഴിക്കൂല. ഈ നമ്മളിങ്ങനെ ഭയങ്കര ഓർഗാനിക്കായിട്ട് ഭയങ്കര സംഭവമായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുത്താൽ ആ മനുഷ്യനെ തൊട്ടുപോലും നോക്കൂല. അങ്ങനെ ഒരു സ്വഭാവമുണ്ട് എൻ്റെ ഭർത്താവിന്. പിന്നെ ഞാൻ മാത്രമല്ലേ ഉള്ളൂ, ഞാനിത് എത്രയെന്നും പറഞ്ഞ് കഴിക്കും. അതുകൊണ്ട് കുറച്ച് മാത്രം, ഇച്ചിരി മാത്രമേ ഉണ്ടാക്കണുള്ളൂ. എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഭയങ്കര ഈസി ആയിട്ട് നമുക്ക് ഇടിച്ചക്ക ഉണ്ടാക്കാമേ. ആ ഇടിച്ചക്ക ഉണ്ടാക്കണ ആ പഴമയുടെ ആ ട്രഡീഷണൽ ആയിട്ടൊന്നും അല്ല ഉണ്ടാക്കാൻ പോണത്. നമ്മൾ നമ്മുടേതായ രീതിയിൽ ഈസി ആയിട്ട്, നമുക്ക് പഴയ രീതിയിലൊന്നും ഉണ്ടാക്കാനൊന്നും പറ്റില്ല. പിന്നെ വേറൊരു കാര്യമുള്ളത്, പഴമക്കാർ അങ്ങനെയൊക്കെ ഉണ്ടാക്കി എന്ന് പറഞ്ഞാൽ അവരുടെ കയ്യിൽ അന്ന് അങ്ങനെയുള്ള ഉപകരണങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. ഈ പറയും പോലെ അന്നേ മിക്സിയൊക്കെ, നമ്മുടെ അമ്മൂമ്മയ്ക്കൊക്കെ അന്നേ മിക്സി ഉണ്ടായിരുന്നെങ്കിൽ അവർ ഈ അരയിലൊന്നും അരയ്ക്കാൻ നിൽക്കില്ല, മിക്സിയിലേ അരയ്ക്കുള്ളൂ. അത് വേറൊരു കാര്യം. അങ്ങനെ ഞാൻ ആ മുള്ള് പോലും മുള്ളൊന്നും ചെത്തിക്കളയണ്ട കേട്ടോ. അതിനെ ചെറിയ പീസാക്കിയിട്ട് കുക്കറിൽ വെച്ച് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് അങ്ങ് വേവിക്കണം. ഒരു 3-4 വിസിൽ മതി, നന്നായിട്ട് അത് വെന്തോളും. അപ്പോൾ അതങ്ങ് കുക്കറിലാക്കി അങ്ങ് അടുപ്പത്ത് വെച്ച് അതിന് ശേഷം ചമ്മന്തി അരയ്ക്കാമെന്ന് വിചാരിച്ച്. വട ഉണ്ടെങ്കിൽ അതിന് ചമ്മന്തി വേണമല്ലോ. അപ്പോൾ തേങ്ങാപ്പീരയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും അതുപോലെ കുറച്ച് തൈരും കൂടെ ഒഴിച്ചിട്ട് നല്ല വെണ്ണ പോലെ, ഉപ്പും കൂടെ ഇട്ടിട്ട് നല്ല വെണ്ണ പോലെ അരച്ചെടുക്കണം. അത്രയേ ഉള്ളൂ നമ്മുടെ ചമ്മന്തിയുടെ റെസിപ്പി. അപ്പോൾ അതും കൂടെ അങ്ങ് അരച്ച് വെച്ചായിരുന്നാൽ കാപ്പിക്കുള്ള കാര്യങ്ങളൊക്കെ എല്ലാം റെഡിയാണ്. ഇപ്പോൾ സമയം 9 മണി കഴിഞ്ഞ് 10 മണിയാകുമ്പോഴായിരിക്കും ചേട്ടൻ കടയിൽ നിന്ന് വരണത്. അപ്പോൾ കാപ്പി കുടിക്കാമല്ലോ. അപ്പോഴേക്കും എൻ്റെ ജോലികളെല്ലാം അങ്ങ് തീർത്ത് വെച്ചാൽ കാപ്പിയും കുടിച്ചിട്ട് ഒരുമിച്ച് അങ്ങ് കടയിൽ പോവാം. അതാണ് എൻ്റെ ഉദ്ദേശം. അങ്ങനെ അതെല്ലാം റെഡിയാക്കി വെച്ച് മറ്റേ സംഭവം അവിടെ കുക്കറിലായിക്കൊണ്ടിരിക്കുകയാണ്. ഇനി അയലമീൻ ഞാൻ വാങ്ങിച്ചിട്ട് ഇതുവരെ ഫ്രിഡ്ജ് വെച്ചില്ല, വെളിയിൽ തന്നെ വെച്ചിരിക്കുകയായിരുന്നേ. അപ്പോൾ ആ 2 അയലമീനും അങ്ങ് കറി വയ്ക്കാമെന്ന് വിചാരിച്ച്. ഞാനീ പറയും പോലെ നമുക്ക് ഈ 2 നല്ല നല്ല വലിയ അയലയല്ലേ, 2 അയല 100 രൂപയ്ക്കാണ് കൊണ്ടുവന്നത്. നമ്മുടെ ഇവിടെ വരുന്ന മീൻകാരൻ ചേട്ടന്മാരെല്ലാം അങ്ങനെയാണ് തരണത് കേട്ടോ. നമുക്ക് അങ്ങനെ ഈ കൊള്ള രീതിയിലൊന്നും വാങ്ങിക്കൂല. നല്ല നല്ല പച്ച മീൻ കൊണ്ടുവരികയും ചെയ്യും. നമ്മളെ കയ്യിൽ നിന്നൊക്കെ അങ്ങനെയും വാങ്ങുള്ളൂ. നാത്തൂൻ ഇന്നലെ പറയണത് കേട്ടോ, അവിടെ കൊണ്ടുവന്ന 5 അയല 200 രൂപ. അതാണെങ്കിൽ ആ ചേച്ചി പറയുന്നുണ്ട് തലയും വാലും മാത്രം മുറിച്ചിടാനേ ഉള്ളൂ, അത്രയ്ക്ക് ചെറിയ അയലയെന്ന്. ആ സ്ഥാനത്താണ് പിറ്റേ ദിവസം എനിക്കിങ്ങനെ അയല കിട്ടിയത്. അങ്ങനെ ഇനി അയല ഒന്ന് വൃത്തിയാക്കണം. അയലയൊക്കെ ആകുമ്പോഴേക്ക് പെട്ടെന്ന് വൃത്തിയാക്കാനായിട്ട് പറ്റുമല്ലോ. അങ്ങനെ അതൊന്ന് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അയല മീനൊക്കെ വൃത്തിയാക്കി ഇനി അതിനെ അങ്ങ് കറി വയ്ക്കണം. അപ്പോൾ ഇത് വൃത്തിയാക്കുന്ന സമയം കൊണ്ട് മറ്റേ സംഭവം ഒരു 2-3 വിസിലൊക്കെ ആയിട്ട് അതവിടെ റെഡിയായി. ഒരു 3-4 വിസിലാകുമ്പോഴേക്കും ഞാൻ ഓഫ് ചെയ്യും. ഓഫ് ചെയ്തിട്ട് അതൊന്ന് കുറച്ചൊന്ന് ചൂടാറണമല്ലോ. ചൂടാറി കുക്കർ തുറക്കാൻ പറ്റുന്ന രീതിയിലാവണമല്ലോ. അപ്പോൾ അത്രയും സമയം അതവിടെ ഇരിക്കണം. ആ സമയം കൊണ്ട് ഇവിടുത്തെ ഈ കാര്യങ്ങളും ഇങ്ങനെ ഈ 2 മീനും കൂടെ കട്ട് ചെയ്തങ്ങ് എടുത്ത് വെച്ചിരുന്നാൽ ആ ജോലി അങ്ങ് കഴിയുമല്ലോ. പിച്ചാത്തിയൊക്കെ ആ ഒരു പയ്യൻ വന്നപ്പോഴേക്ക് രാവി വെച്ചിരിക്കുന്നത് കൊണ്ട് ഭയങ്കര ഈസിയാണ് കേട്ടോ. എല്ലാ പിച്ചാത്തിയും നന്നായിട്ട് മുറിയണുണ്ട്. ഇനി അവൻ എന്ന് വരുമെന്ന് അറിഞ്ഞോണ്ട് ഞാനാണെങ്കിൽ അവനെ കാണുമെന്നുണ്ടെങ്കിൽ അപ്പോഴും അത് ചെയ്യിക്കുകയും ചെയ്യും. അതുമല്ല അവനും വന്നുടനെ വിളിക്കും, ചേച്ചി പിച്ചാത്തി രാവണ്ടേന്ന് ചോദിച്ചിട്ട്. ഇതുപോലെ സ്ഥിരമായിട്ട് ചെയ്യിക്കുന്നതുകൊണ്ട് നന്നായിട്ട് റേറ്റ് കുറച്ചാണ് തരണത്. ആദ്യമൊക്കെ ഭയങ്കര തർക്കമായിരുന്നു. അത് ഒരു പിച്ചാത്തി രാവണേന് 50 രൂപയാവും എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന സ്ഥാനത്ത് ഇപ്പം ഞാൻ ഒരു സ്ഥിരം കസ്റ്റമർ ആയപ്പോഴേക്കും അവൻ ഇപ്പം 4-5 എണ്ണമൊക്കെ എനിക്ക് 100 രൂപയ്ക്ക് പിച്ചാത്തി രാവിത്തരും. അപ്പോൾ ഇത് ഈ പിച്ചാത്തി ഉണ്ടല്ലോ, ഇത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയതാണ്. 280 രൂപയായിരുന്നു കേട്ടോ അതിൻ്റെ റേറ്റ്. വാങ്ങിച്ചപ്പോൾ ബ്ലേഡ് പോലെയൊക്കെ ഇരുന്ന്. പിന്നെ നമ്മൾ അങ്ങനെ വാങ്ങിച്ചപ്പോൾ ഇരുന്നെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അതിനെ രാവി മിനുക്കിയൊക്കെ വെക്കണം. നമ്മളിവിടെ എങ്ങനെയെന്ന് അറിയാമോ, പിച്ചാത്തി വാങ്ങിച്ചാൽ അമ്മയായിരുന്നാലും അങ്ങനെ തന്നെ പിച്ചാത്തി ഇങ്ങനെ
തേച്ച് മിനുക്കി എടുക്കൂല. അതുകൊണ്ട് കുറേ നാൾ കഴിയുമ്പോഴേക്കും പിച്ചാത്തിയുടെ മൂർച്ച കുറയും. ആദ്യമൊന്നും എനിക്കിത് അറിഞ്ഞുകൂടായിരുന്നു. പക്ഷെ വീട്ടിൽ ചെല്ലുമ്പം അമ്മയുടെ കയ്യിലിരിക്കുന്ന പിച്ചാത്തിയൊക്കെ ഭയങ്കര മൂർച്ചയാണ്. അവർ ഡെയിലി ഇതുപോലെ ഇട്ട് തേച്ച് മിനുക്കിയാണ് വെക്കണത്. അതുപോലെ ഞങ്ങളുടെ വീടിനപ്പുറത്തൊരു വീടുണ്ട്. അവിടെ ചിലപ്പോൾ കുഞ്ഞോളീച്ചിലെടുത്ത് എന്നാൽ ആ ചേച്ചിയുടെയൊക്കെ കയ്യിലിരിക്കുന്ന പിച്ചാത്തിയൊക്കെ നല്ല ബ്ലേഡ് പോലെ ഇരിക്കും. അത് കാണുമ്പോൾ ഭയങ്കര രസമാണ്. നമ്മൾ ജോലി പെട്ടെന്ന് പിച്ചാത്തിയൊക്കെ കറക്റ്റ് ആയിരുന്നാൽ അടുക്കള ജോലി പെട്ടെന്ന് അങ്ങ് തീരുമല്ലോ. അങ്ങനെ അയല മീൻ കഴുകി വൃത്തിയാക്കി കല്ലുപ്പൊക്കെ ഇട്ട് ഉരച്ച് കഴുകിയൊക്കെ വെച്ചിരിക്കുകയാണ്. ഇനി അതിൽ പച്ചമുളകും അതുപോലെ ഇന്നലെ ഞാൻ കൊണ്ടുവന്നേലേ 2 പുളിഞ്ചിക്ക ബാലൻസ് ഉണ്ടായിരുന്നു. ഇന്നിനി പോയി അവിടെ നിന്ന് പുളിഞ്ചിക്ക എടുക്കാനായിട്ടുള്ള സമയമില്ല, അതുകൊണ്ട് പോണില്ല. അങ്ങനെ പുളിഞ്ചിക്കയും കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ട് തക്കാളി പകുതി ഇടണുള്ളൂ. വലിയ തക്കാളിയായിരുന്നു, അതുപോലെ പുളിഞ്ചിക്ക ഇട്ടില്ല. അപ്പോൾ പിന്നെ വീണ്ടും ഒരു തക്കാളിയും കൂടി ഇടുമ്പോഴേക്കും നല്ല പുളിയായിപ്പോവും. അങ്ങനെ ഇത്രയും സംഭവങ്ങളിട്ട് മുരിങ്ങയ്ക്കയുടെയൊക്കെ സീസണായി കേട്ടോ. എവിടെ നോക്കിയാലും മുരിങ്ങയിലൊക്കെ നിറച്ച് മുരിങ്ങയ്ക്ക് കാച്ച് കിടക്കുന്നത് കാണും. പിന്നെ ഈ ഒരു സമയം ഒരു വല്ലാത്ത സമയമാണല്ലേ, എല്ലാം ഇങ്ങനെ ഫലഭൂയിഷ്ടമായിട്ട് നിൽക്കുന്ന ഒരു സമയം ഈ ഒരു കുംഭമാസത്തിലൊക്കെയാണല്ലോ. മുരിങ്ങയ്ക്കായിരുന്നാലും മാങ്ങയായിരുന്നാലും ചക്കയായിരുന്നാലും അങ്ങനെയുള്ളത് എല്ലാ സംഭവങ്ങളും നിറയെ കാച്ച് ഇങ്ങനെ ഒലഞ്ഞു കിടക്കുന്ന സമയം ഇതാണല്ലോ. അങ്ങനെ ഇനി മീനിനുള്ള എല്ലാം റെഡിയായി. ഇനി മീനിനുള്ള അരപ്പ് തയ്യാറാക്കാൻ വേണ്ടി കുറച്ച് ഞാൻ ഒരുപാട് തേങ്ങ മീനിന് അരയ്ക്കൂല കേട്ടോ. കുറച്ച് തേങ്ങ എടുത്തിട്ടുള്ളൂ. അതിൽ മുളക് പൊടി പിന്നെ നമുക്ക് നല്ല എരിവും കളറും ഒക്കെ വേണം. അതുകൊണ്ട് മുളക് പൊടി കുറച്ച് 3.5 സ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ ഇനി അത് നോക്കിയിട്ട് കുറവാണെന്ന് തോന്നിയാൽ വീണ്ടും ഇടും. പിന്നെ മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉലുവാപ്പൊടി, പുളി കുറച്ച് എടുത്തോളൂ. തക്കാളിയും പച്ചമുളകൊക്കെ ഇട്ടിരിക്കുകയല്ലേ. തക്കാളിയും പച്ചമുളകും അല്ല, തക്കാളിയും പുളിഞ്ചിക്കയൊക്കെ ഇട്ടിരിക്കുന്നതുകൊണ്ട് പുളി കുറച്ച് ഇട്ടിട്ടുള്ളൂ. ഇനി കലക്കി അങ്ങ് ഒഴിച്ച് കൈകൊണ്ട് നന്നായിട്ട് തിരുമ്മി കൂട്ടി കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ട് അങ്ങ് വേവിച്ചാൽ മാത്രം മതി. അപ്പോഴേക്ക് അയലക്കറി റെഡിയാവും. ഇന്നിപ്പോൾ പൊരിപ്പും കരിപ്പൊന്നും ഇല്ല, ഇത് മാത്രമല്ലേ ഉള്ളൂ. അങ്ങനെ അതൊക്കെ എല്ലാം ഒന്ന് റെഡിയാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിനെ അങ്ങ് അടച്ചു വെച്ച് വേവിച്ചാൽ മാത്രം മതി. ഉപ്പ് ഇപ്പം ഇട്ട് കൊടുത്തിട്ട് ഇപ്പം ഉപ്പ് നോക്കൂലേ, നമ്മൾ സാധാരണ കറി തിളച്ച് വരുമ്പോഴത്തേക്കല്ലേ ഉപ്പ് നോക്കുള്ളൂ. അപ്പോഴേ അറിയാൻ പറ്റുള്ളൂ എന്ന് പറയും. ഈ മീനിൻ്റെ പീസിലൊക്കെ പിടിച്ചിട്ട് ഇനി എത്രത്തോളം ഉപ്പ് വേണമെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഒന്ന് തിളച്ചതിന് ശേഷം നോക്കിയാലേ അറിയാൻ പറ്റുള്ളൂ. അങ്ങനെ മീനിൻ്റെ വേസ്റ്റ് ഈ ഒരു ചട്ടി വെച്ചിട്ടുണ്ട്. അന്ന് കേശുക്കുട്ടൻ പൊട്ടിച്ച് ചട്ടിയാണ്. അപ്പോൾ അതിൽ കൊണ്ടങ്ങ് ഇട്ട് കൊടുക്കുമ്പോഴേക്ക് കാക്കയും പൂച്ചയും എല്ലാം ഒരു മേളമാണ്. ആവശ്യക്കാരൊന്ന് കഴിച്ചുകൊണ്ട് പോട്ടെ എന്ന് വിചാരിക്കുക. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ നേരെ വേസ്റ്റിൽ കെട്ടി വേസ്റ്റ് എടുക്കുന്ന പയ്യൻ വരുമ്പോൾ കൊടുക്കുകയാണ് ചെയ്യണത്. അപ്പം പിന്നെ എന്തിനാണ് ഇതൊക്കെ കഴിക്കണത്, അങ്ങ് കഴിച്ചുകൊണ്ട് പോട്ടെന്ന് വിചാരിക്കും. ആ ചോറ് കഴിച്ചിട്ടും കാക്ക അവിടെ വന്നിരുന്ന് കണ്ടില്ലേ, ഇതാ ഈ മീൻ ഇട്ടപ്പോഴേക്കും. എന്നിട്ട് ഞാൻ കട്ടിംഗ് ബോർഡ് ഉണ്ടല്ലോ, അത് ആ വെളിയിൽ തന്നെ വെച്ച് ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് അകത്തുകൊണ്ട് പോകാമെന്ന് വിചാരിച്ച്. ഈ ഒരു കട്ടിംഗ് ബോർഡ് എനിക്ക് വാങ്ങണം. തടിയുടെ കട്ടിംഗ് ബോർഡ് ഉണ്ടല്ലോ, അത് വാങ്ങണമെന്നുണ്ട്. ഇത് ഗൾഫിൽ നിന്ന് ചേട്ടൻ കൊണ്ടുവന്നതാണ്. പക്ഷേ ഇപ്പം അതിൻ്റെ കോലം കണ്ടിട്ട് കാര്യമില്ല. കോലം കണ്ടിട്ട് പറയൂല ഗൾഫിൽ ഇതാണെന്നൊന്നും. പിന്നെ ഈ വെള്ളയാകുമ്പോഴേക്കും അതിൽ ഈ കറ പോലെ പിടിച്ചാലേ അത് പോവുകയുമില്ല. അതിൻ്റെ ബാക്കിൽ ആ പച്ച കളറ് ഞാനൊരിക്കൽ ഫിഷ് ടാങ്ക് വെച്ചപ്പോൾ അതിന് സപ്പോർട്ടായിട്ട് ഇത് വെച്ചിരുന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നറിയാമോ, അതിൻ്റെ പുറകുവശത്ത് ഇങ്ങനെ ഫാബ്രിക് പെയിൻറ്റ് വെച്ച് കളറൊക്കെ ചെയ്തായിരുന്നു വെച്ചിരുന്നത്. അതിൻ്റെ ആ കളറാണ് ബാക്ക് സൈഡിൽ. അവിടെ വെച്ച് അങ്ങനെ കട്ട് ചെയ്യാറില്ല കേട്ടോ, ഇപ്പുറ സൈഡ് വെച്ച് കട്ട് ചെയ്യുള്ളൂ. എന്നാലും ആ കട്ടിംഗ് ബോർഡ് കാണുമ്പം എനിക്ക് കമൻറ്റ് വന്നിട്ടുണ്ട്, അത് വൃത്തിയില്ലെന്ന്. വൃത്തിയില്ലാത്തത് തേച്ച് കഴുകി എടുക്കാത്തതല്ല, അതിൻ്റെ കളർ അങ്ങനെയാണ്. അപ്പോഴേക്ക് കുക്കർ ചൂടൊക്കെ ആറിയിട്ട് തുറക്കാൻ പറ്റുന്ന അവസ്ഥയിലായി ഇരിക്കുന്നുണ്ട്. അതിൽ ആ ഇടിച്ചക്കയൊക്കെ അവിടെ റെഡിയായെന്ന് വെച്ചാൽ വെന്ത് കിട്ടിയിട്ടുണ്ട്. നമ്മളൊരു 5-6 വിസിൽ പോവേണമെന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് അങ്ങ് വെന്ത് പോകും കേട്ടോ. നമുക്ക് അത്രയും അങ്ങ് വെന്ത് പോകണ്ട. ആ ഇടിച്ചക്കയല്ലേ, അല്ലാതെ കുഴയൻ ചക്കയല്ലല്ലോ. അങ്ങനെ ഇനി അതൊക്കെ എടുത്ത് വെച്ചിട്ട് ഇനി അതിൻ്റെ മുള്ളങ്ങ് കട്ട് ചെയ്യണം. പിന്നെ ചക്കയ്ക്കൊരു കാര്യമുണ്ട്, ചക്ക നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് കഴുകാൻ പാടില്ലെന്ന് പറയും. അങ്ങനെ കഴുകിയാൽ അതിൻ്റെ ഗുണങ്ങൾ പോകുമെന്നാണ് പറയണത്. ചക്ക നമ്മളിപ്പോൾ വെളിയിൽ നിന്ന് നമ്മളിപ്പോൾ ചക്ക ചുളയായിട്ട് വാങ്ങിച്ചാൽ കഴുവ തന്നെ ചെയ്യണം. അല്ലാണ്ട് നമ്മളൊരു ഫുൾ ചക്ക വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് കഴുകാൻ പാടില്ല. അപ്പോൾ ഇപ്പം നല്ല വെന്തിരിക്കുമ്പോഴേ നമുക്ക് അതിൻ്റെ മുള്ള് കളയാനായിട്ട് ഇതാക്കണ്ട, ഭയങ്കര ഈസിയാണ്. ഇതുപോലെ അങ്ങ് വേവിച്ചതിന് ശേഷം മുള്ള് കളഞ്ഞാൽ മതി. അല്ലെന്നുണ്ടെങ്കിൽ ഭയങ്കര കറയുമാണ്, ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇതാകുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് കട്ട് ചെയ്തങ്ങ് കളയാൻ പറ്റും. അപ്പോൾ ഇത്ര മതി കേട്ടോ. ഒരു 4 പേരുള്ള ഒരു ഫാമിലിക്കാണെങ്കിലും ഇതാ ഇത്ര സംഭവം മതി. ഞാനീ പറഞ്ഞതുപോലെ ഇത് പൊലിച്ച് കയറും നമ്മൾ തോരൻ വെക്കുമ്പോഴേക്കും. അങ്ങനെ ഈസി ആയിട്ട് അതിനൊന്ന് വേവിച്ചിട്ട് നല്ല വെന്ത് എനിക്ക് തോന്നുന്നുണ്ട് ഒരു 5 വിസിലോളം പോയെന്ന്. അപ്പോഴേക്കും നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്, നല്ല പരുവായിട്ട് ഇരിക്കുകയാണ് കേട്ടോ. ഇതിൽ ചെറുതായിട്ട് ചക്കയും
ചെറിയ പാടയും ചെറിയ ചക്കക്കുരുവൊക്കെ ഉണ്ട്. ഇതെല്ലാം വേണം, ഇതിലൊന്നും കളയില്ല. നമ്മൾ ഇടിച്ചക്ക ആക്കുമ്പോഴേക്കും അതിൽ വേസ്റ്റ് ഐറ്റംസ് ഒന്നുമില്ല, മുള്ള് മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം നമ്മൾ എടുക്കണം കഴിക്കാനായിട്ട്. പിന്നെ ചില ചക്കയുണ്ട്, അപ്പുറത്ത് സുനിത ചേച്ചിയുടെ വീട്ടിലൊരു പ്ലാവ് ഉണ്ടായിരുന്നു, അതിൽ ചക്കയാണെന്ന് വെച്ചാൽ അത് ഇടിച്ചക്കയ്ക്ക് മാത്രമേ കൊള്ളാവൂ. ആ ചേച്ചി ഇങ്ങനെ ആറ്റു കൊണ്ട് നട്ട് ആദ്യത്തെ ചക്ക പിടിച്ചപ്പോഴേക്ക് അയ്യോ ആഘോഷപൂർവ്വം ചക്കയൊക്കെ അടത്ത്. പക്ഷെ എന്ത് ചെയ്യാനായിട്ട് അതിനകത്ത് ചുളയെന്ന് പറയണം, ചക്കച്ചുളയെന്ന് പറഞ്ഞ സംഭവമേ ഇല്ല. അവിടെ ആരൊക്കെയോ ഒളിച്ചിരിക്കും പോലെ ഒന്ന് രണ്ട് ചക്കച്ചുള മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അവരതിനെ അങ്ങ് കളഞ്ഞ്, അതിന് വെട്ടിക്കളഞ്ഞ്. പിന്നെ ഇനി ഇതെന്തെന്ന് അറിയാമോ, നമ്മൾ ഒരു 2-3 പീസ് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാനേ പാടുള്ളൂ. ജസ്റ്റ് ഒരടി ബാക്കിലോട്ട് റിവേഴ്സായിട്ട് ഒരടി അടിച്ചിട്ട് നോക്കണം. നമ്മൾ അല്ലാണ്ട് ഇങ്ങനെ അരച്ചോട്ടിരുന്നോണ്ടല്ലേ ഇതങ്ങ് കുഴയും ചക്ക പോലെ ആവും. അപ്പോൾ അത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. നമ്മൾ മിക്സിയുടെ ജാറിൽ വെച്ചിട്ട് ഓരോ പീസ്, അല്ലെങ്കിൽ ഓരോ പീസെന്നല്ല, ഒരു 2-3 പീസ് ഇട്ട് റിവേഴ്സായിട്ട് ഒറ്റ കറക്കിലെടുക്കാം. അപ്പം നല്ല കറക്റ്റായിട്ട് ഇപ്പോൾ ഇത് ഇടിയൻ ചക്കയല്ല അടിയൻ ചക്കയായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഞാൻ ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ച് കടുകിട്ട് ഉഴുന്ന് പരിപ്പിട്ട് അതിൽ കൊച്ചുള്ളി ചതച്ചത് ഇട്ട് കൊടുത്ത് കറിവേപ്പില ഇട്ട് കൊടുത്ത് വറ്റൽമുളക് ഇല്ലാത്തത് കൊണ്ട് ഇട്ടില്ല. പിന്നെ തേങ്ങാപ്പീരയും പിന്നെ നമ്മളിങ്ങനെ ഒന്ന് അടിച്ചു വെച്ചിരിക്കണം നമ്മുടെ ഇടിയൻ ചക്കയില്ലേ, അതും കൂടെ തേങ്ങയുടെ കൂടെ ഒരുമിച്ച് മിക്സ് ചെയ്തങ്ങ് ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി എടുക്കുമ്പോൾ കണ്ട ഈ ഒരു പരുവത്തിന് നമുക്ക് കിട്ടണം. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ മിക്സിയിൽ അടിക്കുന്ന സമയത്ത് കുറച്ചൊന്ന്, അതാണ് റിവേഴ്സിൽ അടിക്കണമെന്ന് പറഞ്ഞത് കേട്ടോ. നമ്മൾ അല്ലാണ്ട് സാധാരണ രീതിയിൽ അടിക്കണമെന്നുണ്ടെങ്കിൽ ഒന്ന് അരഞ്ഞു പോയാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല, അതിൻ്റെ കൺസിസ്റ്റൻസി ഉള്ളു പോകും. ഇനി ഇതിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുത്താൽ മാത്രം മതി. വേണമെന്നുണ്ടെങ്കിൽ മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഞാൻ മുളക് പൊടി ഇട്ട് കൊടുത്തില്ല. ഇങ്ങനെ കഴിച്ചപ്പോൾ തന്നെ സത്യം പറഞ്ഞാൽ ഭയങ്കര ടേസ്റ്റായിരുന്നു കേട്ടോ. നല്ല രുചിയാണ്, നമുക്ക് നല്ല ഇഷ്ടപ്പെടും, നല്ല ടേസ്റ്റിൽ കിട്ടി. ഇതിപ്പോൾ സാധാരണ ഇടിയൻ ചക്ക ഉണ്ടാക്കണം, ഇടിച്ചക്ക തോരൻ വെക്കുന്നത് ട്രഡീഷണൽ ആയിട്ട് നോക്കുമ്പോഴേക്കും ഇങ്ങനെ വേവിച്ച് അതിനെ കല്ലിൽ ഇടിച്ചക്കയാണ്, അതുകൊണ്ടാണല്ലോ ഇടിച്ചക്കയെന്ന് പറയണത്. അപ്പോൾ അതൊന്നും വേണ്ട, ഞാൻ ഈ പറയും പോലെ അന്ന് അങ്ങനെ പറ്റുള്ളായിരുന്നു. സംഭവം രണ്ടും സെയിം തന്നെ. ഇന്ന് നമുക്ക് അതിനുള്ള ഉപകരണങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ ഇന്നിങ്ങനെ വയ്ക്കുന്നു, അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ സൂപ്പറായിട്ടുള്ള ഇടിച്ചക്ക തോരനും ഇവിടെ റെഡിയായി. ഇതൊക്കെ വയ്ക്കുമ്പോഴേക്ക് നമ്മൾ കടു വറുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് ഉഴുന്ന് പരിപ്പും കൂടെ ഇടണം കേട്ടോ, എന്നാൽ മാത്രമേ ആ ഒരു ടേസ്റ്റ് കിട്ടുകയുള്ളൂ. മഞ്ഞപ്പൊടിയും ഉപ്പും ഒക്കെ ഇട്ട് കറക്റ്റായിട്ട്, വറ്റൽമുളക് ഇല്ലാത്തതുകൊണ്ട് എനിക്ക് ചെറിയൊരു വിഷമമുണ്ട്. വറ്റൽമുളകും കൂടെയൊക്കെ വേണം നമ്മൾ കടുക് താളിച്ചൊഴിക്കുമ്പോഴേക്കും, എന്നാലേ ഒരു രസമുള്ളൂ. പിന്നെ ഞാൻ ഈ സവോളയൊന്നും കൊത്തിയിരിച്ചിട്ടില്ല. ഞാൻ ഈ പറഞ്ഞതുപോലെ സവോള കൊത്തിയിരിച്ചിട്ടതിന് പ്രശ്നമൊന്നുമില്ല, ഇങ്ങനെ വേണമെങ്കിൽ വെക്കാം. ഞാൻ ഒരു 5-6 കൊച്ചുള്ളി എടുത്ത് ചതച്ച് കടുക് വറുക്കണയിൽ കൂടെ ഇട്ട് മൂപ്പിച്ചിട്ട് ഇതങ്ങ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്തത്. ഇനി നേരെ കാസറോളിലോട്ട് മാറ്റാം. നല്ല ടേസ്റ്റായിരുന്നു, സിൻസിയറായിട്ട് പറയായിരുന്നു, നല്ല രുചിയായിരുന്നു. അപ്പോൾ ഇടിച്ചക്ക ഇത്രയും സിമ്പിളായിട്ട് നമ്മളിപ്പോൾ ഫ്ലാറ്റുകളിലൊക്കെ താമസിക്കുന്നവർക്ക്, ഫ്ലാറ്റുകളിലെന്നല്ല വീട്ടിൽ താമസിക്കുന്നവർക്കായിരുന്നാലും ഇപ്പോൾ ആരും ഇടിയെല്ലാം ഒന്നും ഇല്ലാത്തവർക്ക് ഇതുപോലെ അങ്ങ് വെച്ചാൽ മതി. അപ്പോൾ അത് റെഡിയായി. പിന്നെ സാമ്പാർ ഇരിക്കുകയാണല്ലോ, അപ്പോൾ സാമ്പാറുണ്ട്, മീൻകറി റെഡിയായി. ഇനി തൈര് മുളക് ഇരിക്കുകയായിരുന്നു. തൈര് മുളകൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ അതില്ലാതെ എന്ത് ആഘോഷമല്ലേ. അപ്പോൾ അതുപോലെ തന്നെ അന്ന് ഇട്ട് വെച്ചിരുന്ന നാരങ്ങ അച്ചാർ ബാക്കിയൊക്കെ തീർന്നു. അപ്പോൾ ഞാൻ അന്നേ ഇട്ട് വെച്ചിരുന്നത് ഇപ്പോഴാണ് എടുക്കുന്നത് കേട്ടോ. നല്ല മണമായിരുന്നു അച്ചാർ കോരിയ സമയത്ത്. എന്താണെന്ന് വെച്ചാൽ സാധാരണ ഞാൻ ഈ അച്ചാർ നാരങ്ങ ഒറ്റ ദിവസത്തെ ഉണക്കിലാണ് അച്ചാറിടുന്നത്. ഈ പ്രാവശ്യം ഞാൻ എന്ത് ചെയ്യുന്നറിയാം, ഒരു 3 ദിവസം ഉണക്കി. അയ്യോ അത് ചുമ്മാ കഴിക്കാം. അച്ചാർ നമുക്കിങ്ങനെ അടമാങ്ങയൊക്കെ കഴിക്കൂലേ, അടമാങ്ങ പോലെ അടനാരങ്ങ അച്ചാർ ആയിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് ചോറിൻ്റെ കൂടെയൊന്നും അല്ലാണ്ട് വെറുതെ എടുത്ത് കഴിക്കാനും ഭയങ്കര ടേസ്റ്റായിരുന്നു. അപ്പോൾ അതുപോലെ ഇനി അച്ചാറിട്ട് നോക്കണേ. അപ്പോൾ ആ അച്ചാറും ഉണ്ട്. അപ്പം ഞാൻ ഇതിനൊക്കെ ഇനി കടുക് താളിക്കണമല്ലോ, ഇതിനൊക്കെ തന്നെ മീനിന് മാത്രമേ ഉള്ളൂ. അപ്പോൾ കടുക് താളിക്കണതിന് മുന്നേ ആ എണ്ണയിൽ തന്നെ ആ തൈര് മുളക് അങ്ങ് വറുത്ത് കോരി മാറ്റി വെച്ച്, ഇനി അതിൽ തന്നെ കുറച്ച് കടുകും, ഞാൻ പറഞ്ഞില്ലേ വറ്റൽമുളകില്ല, അതുകൊണ്ട് ഈ കൊച്ചുള്ളി അരിഞ്ഞതും കറിവേപ്പിലയും കൂടെ ഇട്ട് കടുക് താളിക്കാം. അപ്പോൾ ഇതൊന്ന് ചൂടാറിയതിന് ശേഷം ഞാൻ ഈ ഒരു കുപ്പിക്കകത്തോട്ടാക്കി വെച്ചിരിക്കുകയാണ്. ഒന്ന് ചൂടാറാൻ വേണ്ടിയാണ് ആ പാത്രത്തിലിട്ട് വെച്ചിരുന്നത്. അപ്പോൾ അതിലിട്ടങ്ങ് അടച്ച് വെച്ചിരുന്നാൽ മതി. അപ്പോൾ ഉച്ചത്തേക്ക് ചോറ്, അതുപോലെ ചോറ് ഇതുവരെ വെച്ചത് കാണിച്ചില്ലല്ലോ, ഇന്നലെ വെച്ച ചോറ് അതുപോലെ ഇരിക്കുകയാണ് കേട്ടോ, കുറച്ച് മാത്രമല്ലേ എടുത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ആ ചോറിനെ ഇന്നെടുത്ത് ഞാൻ കുക്കറിൽ വെച്ചിട്ട് അങ്ങ് ചൂടാക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ മീൻ കറിയാണ്. അപ്പോൾ ഇന്ന് ഉച്ചത്തേക്ക് എന്തൊക്കെയാണെന്ന് അറിയാമോ, ചോറ്, അയലക്കറി, പിന്നെ അതുപോലെ തന്നെ ഇടിച്ചക്കത്തോരൻ, സാമ്പാർ, നാരങ്ങ അച്ചാർ, നെല്ലിക്ക അച്ചാർ, തൈര് മുളക്
പോരെ ഇത്രയും സംഭവങ്ങളില്ലേ. ഇതുവരെ കാപ്പി കുടിച്ചില്ല. ഞാൻ ആ ചമ്മന്തി അരച്ചതാണ് ആ ചിരട്ടയിൽ അവിടെ ബാക്കിൽ വെച്ചിരിക്കുന്നത് കേട്ടാ. 10 മണിയായപ്പോഴേക്ക് ജോലിയെല്ലാം തീർന്ന് ചേട്ടൻ എത്തിയില്ല. അപ്പോഴേക്കും ഞാൻ കാപ്പി കുടിക്കാമെന്ന് വിചാരിച്ച് ഇഡ്ഡലി, സാമ്പാർ, ചമ്മന്തി, വട, പിന്നെ നാരങ്ങ അച്ചാറും തൈരുമുളകും. എനിക്കിങ്ങനെ കഴിക്കുന്നതാണ് ഇഷ്ടം. അപ്പോൾ ഇനി കാപ്പിയൊക്കെ കുടിച്ചിട്ട് ഓടിപ്പോയി റെഡി ആവണം. അപ്പോഴേക്ക് ചേട്ടൻ വരും. ചേട്ടന് കാപ്പി കൊടുത്തിട്ട് ഇനി നേരെ കടയിൽ പോകണം. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ വിശേഷങ്ങൾ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളിത് കാണുന്നത് FBയിലാണെങ്കിൽ എൻ്റെ പേജ് ഒന്ന് ഫോളോ ചെയ്യണം. അല്ല യൂട്യൂബിലാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. പുതിയ വീഡിയോയും പുതിയ വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.